الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ സദാ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായ പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഓരോന്നായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ അവസരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി നന്മകൾ ജീവിതത്തിൽ നേടിയെടുക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗീയ ലോകത്തിനു വേണ്ടി പരിശ്രമിക്കുകയും കത്തിയാളുന്ന നരകത്തീയിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യേണ്ട ഏറ്റവും കാതലായ സമയത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച റമദാനുമായി ബന്ധമുള്ള ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആത്മീയമായ അനുഭൂതി പകരുന്ന, ശക്തി പകരുന്ന, ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രക്ക് അവർക്ക് ഏത് സമയത്തും മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്ന ചരിത്രമാണ് ബദറിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശ്വാസികൾ നേടിയെടുക്കേണ്ട അനവധി പാഠങ്ങളാണ്, ഗുണപാഠങ്ങളാണ്, ഇബ്റത്തുകളാണ്, ആയാത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ വിശദീകരിച്ചിരുന്നത്. റമദാനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ
റമദാനിൽ ഖുതുബകളിലൂടെ സംസാരിക്കുന്നുണ്ട്. റമദാനുമായി അഭേദ്യമായ ബന്ധമുള്ളതാണ് ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച്, ഖുർആൻ സ്വീകരിക്കുന്നവരും ഖുർആനിനെ കൈയൊഴിക്കുന്നവരെ കുറിച്ചും നമ്മൾ റമദാനിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ റമദാനിൽ ബന്ധമുള്ളതാണ് ബദർ, റമദാനിൽ ബന്ധമുള്ളതാണ് ദാനധർമ്മങ്ങൾ, സദക്കകൾ നൽകുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ ദാനം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി ധാരാളം ദാനധർമ്മങ്ങളും സദക്കകളും ഒക്കെ നിർവഹിക്കുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകൾ. അതുപോലെ റമദാനുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കി തന്നതാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് റമദാനിലെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം, ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി തറാവീഹ് നമസ്കാരം. ദീർഘമായി ഖുർആൻ പാരായണം കേട്ട് റബ്ബിന്റെ മുന്നിൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസികൾ നിർവഹിക്കുന്ന ശ്രേഷ്ഠമായ ആരാധനയാണ് രാത്രി നമസ്കാരം. ഇങ്ങനെ റമദാനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറയുമ്പോഴും റമദാനുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും പലപ്പോഴും വിശ്വാസികൾ റമദാനിൽ നിർവഹിച്ചു പോരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സകാത്ത് നൽകുക എന്ന് പറയുന്നത്. റമദാൻ മാസം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ശുദ്ധീകരണത്തിനുള്ള മാസമാണ്. എല്ലാ നിലക്കും നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ എല്ലാം നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് റമദാനിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരുടെ നോമ്പിനെ അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോഴും പലപ്പോഴും പല ആളുകളും അശ്രദ്ധരായി പോകുന്ന, അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് അവന്റെ സാമ്പത്തികമായ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ, 5 പ്രധാനപ്പെട്ട തൂണുകളിൽ എല്ലാ കാര്യത്തിനും ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. നോമ്പ് എന്ന് പറയുമ്പോൾ, റമദാൻ വരുമ്പോൾ ഫർളാക്കപ്പെട്ട നോമ്പിന് വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കും, ഖുതുബകളൊക്കെ അതായിരിക്കും. റമദാനിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റമദാനിന്റെ ഫളിലുകൾ, റമദാനിന്റെ നോമ്പിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. നോമ്പ് സ്വീകരിക്കുന്ന വിശ്വാസികൾ എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങും. അതുപോലെ തന്നെ റമദാനിലെ നോമ്പുകൾ മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും വിശ്വാസികൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ ഇസ്ലാമിൽ നിന്ന് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, അതിനെ എതിർക്കുന്നവൻ, അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമസ്കാരത്തിൽ ചെല്ലാനുള്ള ദിക്റുകൾ നമ്മൾ പഠിക്കുകയും പ്രാർത്ഥനകൾ പഠിക്കുകയും വളരെ ശ്രദ്ധയോടെയും ഏകാഗ്രതയോടുകൂടിയും നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുകയും അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുപോലെ തന്നെ നമസ്കരിക്കുന്നവർക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന ഫളലും അതിന്റെ പ്രതിഫലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമസ്കരിക്കാത്തവർക്കുള്ള ഗൗരവവും ശിക്ഷയും അതൊക്കെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യാറുണ്ട്. ആരെങ്കിലും നമ്മുടെ വീടുകളിൽ നമസ്കരിക്കാതിരുന്നാൽ, അല്ലെ, നമ്മൾ പലപ്പോഴും നമസ്കരിക്കാതെ നടക്കുന്ന ആളുകളോട് പറയാറുണ്ട്, അല്ലെ, നിനക്ക് വേണ്ടി നമസ്കരിക്കുന്നതിന് മുമ്പെങ്കിലും നീ പടിഞ്ഞാറോട്ടൊന്ന് സുജൂദ് ചെയ്യൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നോമ്പെടുക്കാത്ത റമദാനിൽ ആരും നടക്കാറില്ല, എല്ലാവരും അതിനെ ഗൗരവത്തിൽ കാണാറുണ്ട്. ഇനി ആരെങ്കിലും നോമ്പെടുക്കാത്തവരുണ്ടെങ്കിൽ റമദാനിലെങ്കിലും നോമ്പെടുത്തുകൂടെ? അതുപോലും നോമ്പെടുക്കാത്തവൻ എത്ര അഥവാക്യവനായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെ ഇസ്ലാമിലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പഞ്ചസ്തംഭങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ അതിലൊരു വിഷയത്തിൽ മാത്രം പലപ്പോഴും അപാകതകൾ സംഭവിക്കുന്നു എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു യാഥാർത്ഥ്യമാണ്. ഏതാണ് ആ വിഷയം? ഇസ്ലാമിൽ മൂന്നാമതായി പഞ്ചസ്തംഭങ്ങൾ എണ്ണിയപ്പോൾ മൂന്നാമതായി പറഞ്ഞ സക്കാത്ത് എന്ന വിഷയം. അതിലാരും ഗൗരവം കാണിക്കാറില്ല. സക്കാത്ത് കൊടുക്കാതെ ആരും ചോദിക്കാറില്ല, മക്കളോട് ചോദിക്കാറില്ല, അതുപോലെ തന്നെ മാതാപിതാക്കളോട് പറയാറില്ല, കൂട്ടുകാരോട് പറയാറില്ല, നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, അത് കണക്കാക്കിയിട്ടുണ്ടോ, അതിന് നിന്റെ സമ്പത്തിന്റെ നിസാബുണ്ടോ, എത്തിയാൽ നീ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ, ആരും ചോദിക്കാറില്ല. പിന്നെ ഒരു വിവാഹം, നമ്മുടെ മകളെ ഒരാൾക്ക് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു വിചാരിക്കുക. ആ വിവാഹം ആലോചിക്കുമ്പോ നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ നോക്കും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും അവന്റെ ദീനിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് ചിന്തിക്കുന്ന നമ്മളെ പോലെയുള്ള വിശ്വാസികൾ അവര് പോലും എന്താണ് ചെയ്യാറുള്ളത്? അവൻ നമസ്കരിക്കുന്നവനോ ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവൻ അവന്റെ രീതി, സ്വഭാവ രീതികൾ, പെരുമാറ്റമൊക്കെ ചിന്തിക്കും. അപ്പോൾ പോലും അവൻ സക്കാത്ത് കൊടുക്കുന്ന ആളാണോ എന്ന് ചിന്തിക്കുക പോലും നമ്മൾ ചെയ്യാറില്ല.
അത് ചോദിക്കാറില്ല, ചിന്തിക്കുക പോലും ചെയ്യാറില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൂടുതലും അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ മറന്നുകൊണ്ടിരിക്കുന്ന, പിശാച് അവരെ മറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിന്റെ പ്രാധാന്യം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറത്തുണ്ട്. നമ്മളിപ്പോൾ ഖുർആൻ ഇങ്ങനെ ഖത്തം തീർക്കുന്നുണ്ട്, ഖുർആന്റെ ആയത്തുകളിലൂടെ തദബ്ബുർ നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ സൂറത്തുകളിലെ ആയത്തുകൾ തദബ്ബുർ നടത്തിയാൽ നമുക്ക് വളരെ അർത്ഥവും നമുക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ പല ആയത്തുകളും കടന്നു പോകുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു സൂറത്താണ് സൂറത്തുൽ ബയ്യിന, 98-ാം അധ്യായം. ആ സൂറത്തുൽ ബയ്യിനയുടെ 5-ാമത്തെ വചനം അല്ലാഹു പറയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇല്ലേ, ഋജുമനസ്കനായ നിലക്ക് കീഴ്വണക്കം, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ വമാ ഉമിറു നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയാണ്. വയുഖീമുസ്സലാത്ത നമസ്കാരം നിർവഹിക്കാൻ, സക്കാത്ത് കൊടുക്കുവാൻ, അതാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് വക്രതയില്ലാത്ത മതം, അതാണ് ഇസ്ലാം മതം. സക്കാത്ത് കൊടുക്കാത്തവൻ മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. സക്കാത്തിനെ നിഷേധിക്കുന്നവൻ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സാഹചര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അല്ലെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെ വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ചിലതിനോട് ചേർന്ന് നിൽക്കും, അത് അതിന്റെ കൂട്ടുകാരനാണ് എന്ന് പറയാറുണ്ട്. അതിൽ പ്രധാനമാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. ഒരാൾ പറയുകയാണ് ഞാൻ അള്ളാഹിനെ അനുസരിക്കും, അള്ളാഹിന്റെ റസൂലിന്റെ ചര്യകളെ പിൻപറ്റൂല, അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അള്ളാഹു അത് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. എന്നതുപോലെ തന്നെ അവിടുന്ന് പറയുന്നു, അതുപോലെ അള്ളാഹു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം എന്നത്. നമസ്കരിക്കുന്ന ഒരാള് അവന് സക്കാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൊടുത്തേ പറ്റൂ, കൊടുത്തില്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ട് പ്രയോജനമില്ല എന്നാണ് അർത്ഥം. 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചത് കൊണ്ടോ, തറാവീഹ് ഇമാമിന്റെ കീഴിൽ നിന്ന് പിന്നിൽ നിന്നുകൊണ്ട് ദീർഘമായി തറാവീഹ് നമസ്കരിച്ചത് കൊണ്ടോ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എണീറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചത് കൊണ്ടോ, അവൻ പരിശുദ്ധ ഹറമിലേക്ക് പോയി ഹജ്ജ് ചെയ്തത് കൊണ്ടോ, സക്കാത്ത് കൊടുക്കാൻ അർഹനായിട്ടും അത് കൊടുക്കാതെ, സൂക്ഷിക്കാതെ, അത് ശുദ്ധീകരിക്കാതെ അല്ലെങ്കിൽ കണക്ക് കൂട്ടാതെ അശ്രദ്ധമായി പോകുന്നുവെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗത്ത് വലിയ ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിശദീകരിക്കുന്നു, വഅഖീമുസ്സലാത്ത, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ അവർക്കുള്ള പ്രതിഫലം എന്താണ്? വഅഖീമുസ്സലാത്ത വആതുസ്സക്കാത്ത, നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം വഅഖിറുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ ആരുണ്ട്? കടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാധ്യതയാണ്. ഇല്ല, ആരെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അത് ഗൗരവമുള്ള വിഷയമായിട്ട് ആ ബാധ്യതയായിട്ട് പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ കടം അങ്ങനെയല്ല. അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അത് ഏറ്റവും ഉത്തമമായ ഖറദ് എന്ന് പറഞ്ഞ ആ ദീനാണ്, ആ കടമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കൊടുത്താൽ സ്വദേഹങ്ങൾക്ക് വേണ്ടി ആരാണോ മുൻകൂട്ടി ആ നിലക്ക് കടം കൊടുത്തുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, അതൊരിക്കലും അവർക്ക് നഷ്ടപ്പെടില്ല. അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് കണ്ടെത്താൻ കഴിയും. റബ്ബ് അവർക്ക് നൽകും അതിന്റെ പ്രതിഫലം. അത് ഏറ്റവും ഉത്തമമാണ്, വമ്പിച്ച പ്രതിഫലമാണ്, ഏറ്റവും മഹത്തായ പ്രതിഫലമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. സമ്പത്ത് വളരാൻ നമുക്ക് എങ്ങനെയും പണമുണ്ടാക്കാൻ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. ഹലാലായ മാർഗത്തിലൂടെ, ത്വയ്യിബായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാം, കച്ചവടം ചെയ്യാം, ജോലി ചെയ്യാം. എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാൻ കഴിയുമോ അങ്ങനെ സമ്പാദിക്കുകയും പിശുക്കില്ലാതെ നമ്മളും നമ്മുടെ കുടുംബവും വളരെ മനോഹരമായി ജീവിക്കണം. അവർക്ക് വേണ്ടുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. നമ്മൾ നല്ല രൂപത്തിൽ ഒരു പിശുക്കുമില്ലാതെ ഏറ്റവും മനോഹരമായി നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലൊന്നും ഒരു തടസ്സവുമില്ല. അതെല്ലാം അള്ളാഹു അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ആ നിലക്ക് പണം സമ്പാദിക്കാൻ അള്ളാഹു പറഞ്ഞു.
പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കൊടുക്കാനുള്ള വളരെ ചെറിയ സക്കാത്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾ കണക്കാക്കി കൊടുക്കണം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. സക്കാത്തിന് കൊടുക്കേണ്ട, അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമായി നൽകിയതാണ്. അതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല. ഇത് റബ്ബിന്റെ ഫളിലാണ്. അള്ളാഹു ഖുർആനിൽ ഫളിൽ എന്നാണ് സക്കാത്തെ ധനത്തെ കുറിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിനെ കുറിച്ച്, പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാല് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാല് എന്ന് പറഞ്ഞാൽ ചായുന്നത് എന്നാണ്. എല്ലാവർക്കും പണത്തിനോട് താല്പര്യ, നമുക്കെല്ലാവർക്കും പണം ആവശ്യമാണ്, നമുക്കെല്ലാവർക്കും പണം ഇഷ്ടമാണ്. പണം ഇഷ്ടമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും പണം വേണം. അതിനുവേണ്ടിയാണ് രാപകലില്ലാതെ നെട്ടോട്ടം ഓടുന്നത്, ഇല്ലേ? നമ്മുടെ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്നത് അതിനു വേണ്ടിയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. ആ പണം സമ്പാദിക്കാൻ അതിനോടൊരു ചായ്വ് മനുഷ്യനുണ്ട്. മനുഷ്യ സഹജമാണത്, സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന പണം, അത് ഉണ്ടാക്കാനും അള്ളാഹു അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ആ സമ്പത്ത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചില ആളുകൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില ഏർപ്പാടുകളിൽ ഇടപെടാറുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അങ്ങനെ തന്നെ പരിചയപ്പെടുത്തി. ജനങ്ങൾ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യണത് എന്താണ്? പലിശയ്ക്ക് കൊടുക്കും, പണം കൊടുക്കും. എന്നിട്ടോ അതിങ്ങനെ തിരിച്ചു വാങ്ങുമ്പോൾ അത് ഇരട്ടിയായി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്ന, പലിശയ്ക്ക് പണം കൊടുത്ത് ധാരാളം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ഇതൊരിക്കലും ഇസ്ലാം വളർത്തിയിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫലാ യർബു ഇൻദല്ലാഹ്, അതൊരിക്കലും അള്ളാന്റെ അടുത്ത് വളരുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടും. ആളുകളെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അവിടെ ദുനിയാവിൽ ചില വളർച്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ നഷ്ടവും നാശനഷ്ടവും ഉണ്ടാകും. നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ചെലവ് നിങ്ങൾ ജീവിതത്തിലേക്ക് വരും. ഇല്ലേ? അള്ളാഹുവിന്റെ അടുത്ത് ഒരിക്കലും അത് വളരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ നിങ്ങൾ സക്കാത്ത് കൊടുത്താലോ, അള്ളാഹ് അനുവദിച്ച മാർഗത്തിലൂടെയാണോ സമ്പത്ത് സമ്പാദിക്കുന്നതെങ്കിലോ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സമ്പാദിക്കുകയും ചെലവാക്കുകയും ചെയ്യുന്നതെങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബുദ്ധിയും കഴിവും ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അള്ളാഹുവിന്റെ അടുത്ത് അത് ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകും. അതുപോലെ തരുന്നല്ല, അങ്ങനെ സക്കാത്ത് കൊടുത്താൽ, സ്വതക്ക നൽകിയാൽ ഇരട്ടി ഇരട്ടിയായി. ഇത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ. മറ്റൊരായത്തിൽ കാണാം, അതിനെ കതിരുകളോട് അള്ളാഹു ഉപമിച്ചു, സുൻബലത്തിനോട് ഉപമിച്ചു, ഇല്ലേ? അങ്ങനെ 700 ഇരട്ടിയായി, 700 ഇരട്ടിയായിട്ട് അള്ളാഹു നൽകും. അതിനെ എങ്ങനെ അള്ളാഹു വളർത്തി വമ്പിച്ച പ്രതിഫലമായി അള്ളാഹു നൽകും. അള്ളാഹുവിന്റെ മഗ്ഫിറത്തായി, വമ്പിച്ച പ്രതിഫലമായി, ഇരട്ടി ഇരട്ടിയായി അള്ളാഹു അത്തരം ആളുകൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് മഹാനായ പ്രവാചകൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്നത് ഒരു കാരക്ക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച് പറയുന്ന ഒരു കുതിരക്കുട്ടിയെ പോലെ, അതിനെ ഇങ്ങനെ ലാളിച്ച് പരിലാലനയോടുകൂടി വളർത്തുന്നത് പോലെ, അതിങ്ങനെ വലുതായി, അതിങ്ങനെ ധാരാളം വർദ്ധിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ അടുത്ത് ഒരു പർവ്വത സമാനമായി നിങ്ങൾ കൊടുക്കുന്ന വളരെ ചെറുതും അള്ളാഹുവിന്റെ അടുത്ത് വളർന്നുകൊണ്ടേ ഇരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പക്ഷേ സഹോദരങ്ങളെ, ഈ സക്കാത്ത് ഇന്ന് പലപ്പോഴും പലരും അശ്രദ്ധരാണ്. പിശാച് മറപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്, അല്ലെ? അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇദ്ഖുലൂ ഫീ സിൽമി കാഫ, നിങ്ങൾ കുറച്ചു മാത്രം വക്ക് മുസ്ലിമുകളായി ജീവിക്കാനല്ല, ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം. നമസ്കാരം കൃത്യമാണ്, അതുപോലെ തന്നെ റമദാൻ വന്നാൽ നോമ്പുണ്ട്, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഷഹാദത്ത് നാവിലൂടെ ഉരുവിട്ട് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴും സക്കാത്തിന്റെ വിഷയം ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. ചിലർക്കൊക്കെ ഇത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. സക്കാത്ത് എന്ന് പറയുന്നത് അത് ചർച്ച ചെയ്യുന്നതിന് താല്പര്യമില്ല. എന്താ മാനസികാവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഇസ്ലാം 5 തൂണുകളിൽ സ്ഥാപിതമായതാണ്. അതിലൊന്നിനിളക്കം സംഭവിച്ചാൽ ആ തൂണുകളെല്ലാം തകർന്നു പോകും എന്നതാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ഷഹാദത്താണ്, അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. ഇത് മുസ്ലിമീങ്ങളായ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്, ഇല്ലേ? മുസ്ലിമായ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. എന്നാൽ അടുത്ത വിഷയം പറഞ്ഞത്, മൂന്നാമത്തത് റമദാനിലെ നോമ്പ് പറഞ്ഞില്ല, ഹജ്ജ് പറഞ്ഞില്ല. അതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സക്കാത്താണ്. ഇനി പ്രായപൂർത്തിയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കരിക്കേണ്ട ആവശ്യമില്ല, പ്രായപൂർത്തിയായിട്ട് നമസ്കരിച്ചാൽ മതി. എന്നാൽ സക്കാത്തിന്റെ വിഷയം അങ്ങനല്ല. പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കാൻ അർഹനാണെങ്കിൽ അത് കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നാലാമതായിട്ടാണ് പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഹജ്ജിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. മദ്രസ മുതൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. മദ്രസ മുതൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നടപ്പിൽ വരുത്തുമ്പോൾ 4 കാര്യങ്ങൾ നടപ്പിൽ വരുത്തും, ഒന്ന് മാത്രം നമ്മൾ വിട്ടുപോകും.
പല ആളുകൾക്കും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണത്. സത്യവിശ്വാസികളുടെ ഗുണത്തെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂൻ പരിശുദ്ധ ഖുർആനിലെ അധ്യായമാണ്. അതിന്റെ ആദ്യ വചനങ്ങളിൽ സത്യവിശ്വാസികളുടെ സവിശേഷമായ അവരുടെ പ്രത്യേകതകളും ഗുണങ്ങളും എന്ന് പറയുന്നു. അതിനുശേഷമാണ് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ആ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളാണ് നാളെ പരലോകത്ത് വിജയിക്കുന്നത്. ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയുന്നിടത്ത് വല്ലദീന ഹും ലിസക്കാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മകാരികളാവുകയും വഖാമുസ്സലാത്ത വഅതുസ്സകാത്ത, സക്കാത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിന്റെ അടുത്തുണ്ട് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല. ശാന്തമായ ഒരു ജീവിതം, മനസ്സിനൊരു കുളിർമ, ഈമാനികമായ ഒരു അന്തരീക്ഷം, ഭൗതിക സാഹചര്യങ്ങളിൽ മുട്ടലില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം, അതുപോലെ ഭൗതികമായ സാമ്പത്തികമായ അവസ്ഥ വർദ്ധിക്കല്, ഹൃദയ വിശാലത, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന് സംജാതമാകാൻ കാരണമാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. ജീവിതത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലേ? വല്ലാത്ത ബുദ്ധിമുട്ടാണോ? മാനസികമായ ഒരു സ്വസ്ഥതയില്ലേ? നമ്മൾ ആലോചിക്കണം. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. കണക്കൂട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? അള്ളാഹു പറഞ്ഞതിൽ നിന്ന് എന്ത് അപാകതയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഗൗരവത്തിലാണ് അള്ളാഹു ഇത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലും അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഹദീസുകളിൽ പലയിടത്തും സക്കാത്ത് എന്ന പദം കടന്നു വന്നത് നമ്മൾ കാണുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഗൗരവത്തിൽ ഈ വിഷയം ഓർമ്മപ്പെടുത്താനുള്ള കാരണവും അതാണ്. ഇഖാമുസ്സലാത്ത് വഇതാഉ സക്കാത്ത് എന്ന്, വഖാമുസ്സലാത്ത് വആതു സക്കാത്ത് എന്ന്, എന്ന് ഇങ്ങനെ പല പദപ്രയോഗങ്ങളിൽ അള്ളാഹു ഗൗരവത്തിൽ നമ്മളെ ഉണർത്തിയ വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ അള്ളാഹു പറയുന്നുണ്ട് തിൽക ആയാത്തുൽ ഖുർആനി വകിതാബും മുബീൻ. അള്ളാഹു റമദാനിൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയാൻ വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, ആ ഖുർആൻ സന്മാർഗവും സന്തോഷവും ആർക്കാണ്? മുഅ്മിനീങ്ങൾക്കാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കുകയും സ്വതക്ക നൽകുകയും അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ മുഅ്മിനീങ്ങളാണ്. എങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ? വഹും ബില്ലാഹിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ളവർ, അവർക്കേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള മനസ്സ് അവർക്കേ ഉണ്ടാവൂ. സക്കാത്ത് കൊടുക്കാത്തവർ, അത് ശ്രദ്ധിക്കാത്തവർ, അവര് പരലോകത്തിൽ ദൃഢവിശ്വാസമില്ലാത്തവരാണ്. മുസ്ലിമാണെന്ന് പേരുണ്ട്, പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖബറിൽ വിശ്വസിക്കുന്നുണ്ടോ? ബർസഖിയായ ലോകത്ത് ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനുശേഷം ഒരു വിചാരണയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവിടെ തുലാസ് ഉണ്ട് എന്നും, അതുപോലെ തന്നെ സുറാത്ത് പാലമുണ്ട് എന്നും, അതിനുശേഷം സ്വർഗീയ ലോകവും നരകീയ ലോകവും, അവിടെ അള്ളാഹു അതിലേക്ക് ആളുകളെ നയിക്കപ്പെടുമെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുടെ സ്വഭാവമാണ് വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ, അവരാണ് സക്കാത്ത് കൊടുക്കുക. അല്ലാത്തവര് സക്കാത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കില്ല എന്നാണ് നമ്മളോട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ സക്കാത്ത് കൊടുക്കാൻ ഒരു മടിയും അത്തരം ആളുകൾക്ക് ഉണ്ടാവുകയില്ല. പിന്നെന്താണ്? പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ദുനിയാവിൽ ഇപ്പൊ ജീവിക്കുമ്പോ ദുനിയാവിന്റെ ഈ ലാഹിറൻ ലാഹിറൻ പ്രകടമായത് മാത്രമാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ അതിന്റെ ആഖിറത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല, ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല എന്നതാണ് കാരണം. പരലോകം അങ്ങ് വിദൂരമാണ്, ഇനി ഒരുപാട് കാലൊക്കെ അവിടെ ജീവിച്ച് സ്വസ്ഥമായിട്ടേ മരിക്കുള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. മരണം നിങ്ങളുടെ അടുത്തുണ്ട്, വനറാഹു ഖരീബ എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ വളരെ അടുത്തുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങ് ബഈദാണ് എന്നാണ്, പക്ഷെ അത് വളരെ അടുത്തു തന്നെ ഉണ്ട് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്നുണ്ടാക്കിയതൊക്കെ നമ്മുടേതാണെന്ന്, എന്റെ വീട്, എന്റെ വാഹനം, എന്റേത്, ഈ പറമ്പുകളെല്ലാം എന്റേത് എന്ന് നമ്മൾ പറയും. ഇതൊന്നും നമ്മുടെ അല്ല. ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നമ്മുടേതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് നമ്മൾ അഴിച്ചു മാറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയൂ? മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇതുപോലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തേക്കാം. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഈ വാച്ച് എന്റേതെന്ന് പറയാൻ കഴിയുമോ? ഇതൊരു പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണം, ഇന്ന് രാവിലെ അത്താഴത്തിന് കഴിച്ചത് നമ്മുടെയാണ് നമുക്ക് പറയാം, ഇല്ലേ? ഇന്ന് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് നശിച്ചു പോയത് അത് നമ്മുടേതാണെന്ന് നമുക്ക് പറയാം. ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്ത്രവും, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനവും ഇത് നമ്മുടേതാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? നമ്മൾ മരിച്ചാൽ അത് നമ്മുടെ അനന്തരാവകാശികളോ മറ്റുള്ളവർക്കോ അത് നൽകപ്പെടും, അത് മറ്റവന്റേതാകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്റേത് എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടി വെച്ചാൽ അതിന് സക്കാത്ത് അർഹത ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഗൗരവം സഹോദരങ്ങളെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. കൊടുക്കുമ്പോൾ ഒരിക്കലും വെറുപ്പോട് കൂടി കൊടുക്കരുത്. ഖുർആൻ പറഞ്ഞു ഖുൽ അൻഫിഖൂ തൗഅൻ ഔ ഖറഹ,
ചില ആളുകൾ കൊടുക്കുന്നത് വെറുപ്പോട് കൂടിയാണ്. ഇല്ല, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, പള്ളിയിൽ എല്ലാ ആഴ്ചയിലും പറയുന്നുണ്ട് സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, അവിടെ സക്കാത്ത് ഏൽപ്പിക്കണമെന്ന്. അതുപോലെ തന്നെ അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കാം? അതുകൊണ്ട് കൊടുക്കുന്നു. ഇല്ലെ, ഒരു വെറുപ്പ്, മനസ്സിനൊരു ബുദ്ധിമുട്ട്. കാരണം ഇപ്പോൾ ഇല്ലെ വലിയ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വർണത്തിലേക്ക് സക്കാത്ത് കൂട്ടുമ്പോൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ വെറുപ്പോട് കൂടി കൊടുക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞു, ലം യുതഖബ്ബലു മിൻകും, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നകും കുന്തും ഖൗമൻ ഫാസിഖീൻ, അവർ ഫാസിഖീങ്ങളായ ജനധിക്കാരികളായ ജനവിഭാഗമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. പലരും നടപ്പിൽ വരുത്തുന്നത് പലതും നടപ്പിൽ വരുത്തുന്നു. അത് മറ്റുള്ളതിന്റെ പ്രചോദനത്തിന്റെ പേരിൽ അവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിക്കാതെ ചെയ്യുന്നു. നോമ്പെടുത്താലും സക്കാത്ത് കൊടുത്താലും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്താലും ഇനിയും ഞാൻ ഹജ്ജിന് പോയില്ലേ, ആളുകൾ എന്ത് പറയും എന്ന് വിചാരിച്ച് ഹജ്ജ് ചെയ്യുന്നു. എന്ത് പ്രയോജനമാണ് സഹോദരങ്ങളെ അതുകൊണ്ടുള്ളത്? എവിടെയും അള്ളാഹു ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം, അള്ളാഹു സ്വീകരിക്കണമേ എന്നൊരു സ്വരം ഉണ്ടാകണം, ഹൃദയത്തിൽ വിനയം ഉണ്ടാകണം. ആ നിലയ്ക്ക് ഇബാദത്തുകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സ്വീകരിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വമാ മനഅഹും അൻ തുഖബല മിൻകും നഫഖാതുഹും, നിങ്ങൾ കൊടുക്കുന്ന സദഖയാകട്ടെ സകാത്താകട്ടെ അള്ളാഹ് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? അവര് യഖ്തൂന സലാത്ത വഇല്ലാ വഹും ഖുസാല, അവർ മടിയന്മാരായിട്ടാണ് നമസ്കരിക്കാൻ വരുന്നത്, എല്ലാം ഒരു ചടങ്ങായി കാണുന്നവരാണ്, മുനാഫിക്കീങ്ങളാണ്, കപട വിശ്വാസികൾ, ഹൃദയത്തിൽ കപടമുള്ള ആളുകളാണ്, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അവിശ്വസിക്കുന്നവരാണ്. അതിന്റെ കാരണം വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കും. അതെങ്ങനെ കൊടുക്കുക? വെറുപ്പോടുകൂടിയാണ് കൊടുക്കുക. ആ നിലക്ക് കൊടുക്കുന്നവരാണ്. ആത്മാർത്ഥമായ മനസ്സോടുകൂടി കൊടുക്കാത്ത ആളുകൾ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ. അള്ളാന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പാദ്യം ശുദ്ധീകരിക്കണം. എല്ലാം നമ്മൾ ശുദ്ധീകരിച്ചു, സമ്പത്ത് കൂടി ശുദ്ധീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മൾ കണക്ക് കൂട്ടണം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മുശ്രിക്കീങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത, റബ്ബിന് നിത്തുണ്ട് എന്ന് പറഞ്ഞ സമന്മാരെ ഉണ്ടാക്കിയ ആളുകളാണ്. ഇല്ലെ, അവരെ കുറിച്ച് അള്ളാഹു ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെ, അള്ളാഹു പറഞ്ഞു, വസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹു വൈലുൽ ലിൽ മുശ്രിക്കീൻ. ഇതിന്റെ അർത്ഥം ആർക്കാ അറിയാത്തത്? വൈലുൽ ലിൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടി മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും പറയും മുശ്രിക്കീങ്ങൾക്ക് നാശം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? അല്ലദീന ലാ യുതൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. ഈ സക്കാത്ത് കൊടുക്കുന്നവരാരാണ്? വിശ്വാസികളാണ്. മുസ്ലിം പേരുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, തൗഹീദുണ്ട്. എന്നിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളെ പോലെയുള്ള ആളുകൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഈ ഗണത്തിൽപ്പെടും. വഹും ബിൽ ആഖിറതിഹിം കാഫിറൂൻ, പരലോകത്തിൽ ദൃഢവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവരത് കൊടുക്കാത്തത്, കണക്ക് കൂട്ടാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണക്ക് കൂട്ടാനുണ്ടെങ്കിൽ, അശ്രദ്ധ കാണിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെ ഗൗരവത്തിലെടുക്കണം. സക്കാത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര ആസ്തി ഉണ്ടായാലും, കോടിക്കണക്കിനുള്ള വരുമാനം നമുക്കുണ്ടായാലും, എത്ര അക്കൗണ്ടുകൾ ഉണ്ടായാലും, എത്ര വസ്തുവകളും പറമ്പുകളും നമുക്കുണ്ടായാലും ശരി, സഹോദരങ്ങളെ, എത്ര സ്വർണവും വെള്ളിയും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ശരി, ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കീശ പോലും ഇല്ലാത്ത, ഈ വസ്ത്രം പോലും അല്ല നമ്മൾ പോകുമ്പോ കൊണ്ടുപോകുക, കീശ പോലും ഇല്ലാത്ത കഫൻ പുടവയിൽ പൊതിഞ്ഞ് കൈകൾ നിവർത്തി ആറടി മണ്ണിലേക്ക് ഞാനും നിങ്ങളും പോകുമെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അള്ളാഹു അതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം. എന്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ സമ്പത്ത് എടുക്കുക മുഴുവനും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഒരു മാങ്ങ എടുക്കുക. ആ മാങ്ങ അത് മൊത്തവും നമുക്കുള്ളതാണ്. അതിങ്ങനെ 10 മുറിക്കുക. അപ്പൊ അതിൽ ഒരു 9 ഭാഗവും നമുക്ക് കഴിക്കാം, നമ്മുടെ മക്കൾക്ക് കഴിക്കാം, നമ്മുടെ കുടുംബത്തിന് കഴിക്കാം. അതിൽ ഒരു ഭാഗം എത്ര ചെറുതായിരിക്കും, അതൊരു 4 വീതിക്കുക. ആ ഒരു ചെറിയ ഭാഗം 4 വീതിച്ചാൽ അതിലൊരു ഭാഗം മാത്രം. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയത്. അത് നിങ്ങൾ ധരിക്കൂ, കുടിക്കൂ, ഭക്ഷിക്കൂ, അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കൂ. അതിന്റെ ഏറ്റവും അവസാനമുള്ള 100ൽ 2.5% ഉണ്ടല്ലോ, 97.5% നിങ്ങൾക്ക് ഉപയോഗിക്കൂ. ആ 2.5% അത് ഒരു അവകാശിയുണ്ട് നിങ്ങളുടെ നാട്ടിൽ. ഇല്ലേ, വീട് ചോർന്നൊലിക്കുന്ന, ഒരു മഴ വന്നാൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത എത്രയോ പാവങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ മാസങ്ങളായി കടക്കയിൽ കടന്ന് പ്രയാസപ്പെടുന്നവർ, സ്വന്തം മക്കളെ നോക്കാൻ പ്രയാസപ്പെടുന്നവർ, കടക്കെണിയിൽപ്പെട്ട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലില്ലേ? അവർക്കുള്ളതാണത്, അത് നിങ്ങളതല്ല. ആ 2.5% അത് അവർക്ക് കൊടുക്കണേന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞതാണ്. അത് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി വെച്ചവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ വബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുന്നതാണ് എന്ന് ഖുർആൻ. യൗമ യഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അള്ളാഹ് പറയാണ്, നാളെ പരലോകത്ത് നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്ത വിഷയങ്ങളുണ്ടല്ലോ, അത് ഇങ്ങനെ ചുട്ട്, ആ സ്വർണവും വെള്ളിയും ഒക്കെ ചുട്ട് പഴിപ്പിക്കപ്പെടും. വതുഖ്വാ ബിഹാ ജിബാഹുഹും ജുനൂബുഹും ദുഹൂറുഹും,
നിങ്ങളുടെ മുതുകിലും പാർശ്വത്തിലും ഒക്കെ ചൂടുവെക്കപ്പെടും. എന്നിട്ട് അള്ളാഹ് പറയും ഹാദാമാ കനസ്തും, നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്താണിത് എന്ന് അള്ളാഹു പറയും. വദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ നിക്ഷേപിച്ചത് കൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിക്കൂ എന്ന് അള്ളാഹു പറയും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ദീർഘമായി പഠിപ്പിച്ചു, മാ മിൻ സ്വാഹിബി ദഹബിൻ വലാ ഫിദ്ദ, നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിങ്ങളുടെ സമ്പത്തിന്റെയും, അത് ഏത് ഉൽപ്പന്ന, കാർഷിക ഉൽപ്പന്നാകട്ടെ, നിങ്ങളുടെ ഏത് സമ്പത്താകട്ടെ, അത് കണക്ക് കൂട്ടി അതിന്റെ ഹക്ക്, അതിന്റെ നിസാബെത്തി, അതിന്റെ ഹക്ക് ആളുകൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വലാ യുവദ്ദി മിൻഹാ ഹഖഹ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സുഫിയതു ലഹു സഫാഇ മിൻ നാർ, അവ നരകത്തിൽ നിന്നുള്ള തകിടുകളാക്കി മാറ്റും. ഫഉഹ്മി അലൈഹാ ഫീ നാരി ജഹന്നം, എന്നിട്ട് അത് നരകത്തിൽ ആ തകിടുകൾ ചൂടാക്കും, പഴുപ്പിക്കും. എന്നിട്ടോ അവന്റെ പാർശ്വത്തിലും നെറ്റിത്തടകിലും മുതുകിലും ഒക്കെ കൊണ്ട് അവന്റെ മാംസള ഭാഗത്ത് വെച്ചുകൊണ്ട് അത് ചൂടാക്കിക്കൊണ്ടേയിരിക്കും. 50,000 വർഷം ദൈർഘ്യമുള്ള പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിൽ അത് തണുക്കുമ്പോൾ വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് സ്വർഗവും നരകമൊക്കെ വിധിക്കുന്നതിന്റെ മുമ്പ് മഹ്ശറിൽ നിൽക്കുമ്പോഴുള്ള ശിക്ഷയാണ് സഹോദരങ്ങളെ. അപ്പോൾ മുതൽ പോലും ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അടിമകളുടെ മുന്നിൽ വിധിക്കപ്പെടുന്നത് വരെ നരകമാണോ സ്വർഗമാണോ എന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ശിക്ഷ സകാത്ത് കൊടുക്കാത്തവൻ അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കും എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു സ്ത്രീ മകളുമായി വരുന്നുണ്ട്. ആ മകളുടെ കയ്യിൽ 2 സ്വർണ്ണവള കിടക്കുന്നത് കണ്ടു പ്രവാചകൻ. ഇതിന്റെ സക്കാത്ത് കൊടുത്തോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നരകത്തിൽ ഇതിന് പകരം തീയുടെ 2 വളകൾ ധരിപ്പിക്കുന്നതാണോ നിനക്ക് താല്പര്യം എന്ന് ചോദിച്ച് ആ സ്ത്രീ ആ വള പോയി കൊടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് ആലോചിക്കുക, സക്കാത്ത് കൊടുക്കുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഇവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരം വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സക്കാത്തിന്റെ കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതുമായി ഇതിന്റെ ആളുകൾ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടിതമായ സക്കാത്ത് പ്രവാചക സുന്നത്തിനെ ഹയാത്താക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. 1-3 കാര്യങ്ങൾ പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, റമദാനിന്റെ സത്തയും കാതലുമായിട്ടുള്ള, അതിന്റെ കിരീടം എന്ന് പറയാൻ കഴിയുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എഴുത്തിക്കാഫും അതുപോലെ തന്നെ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള 83 വർഷത്തിലധികം ഒരു ആയുസ്സുകാലം വിവാദത്ത് ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ ഒളിഞ്ഞു കിടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇല്ലേ? അഹ്യല്ലൈൽ, രാത്രിയിൽ ഉറക്കം എണീറ്റ് എത്തിക്കാഫിരുന്ന് കുടുംബത്തെ വിളിച്ചുണർത്തി, അങ്ങനെയൊക്കെ ഇജ്തിഹാദ്, പ്രവാചകന്റെ ഇജ്തിഹാദ് മറ്റൊരു മാസത്തിലും ഇല്ലാത്ത കണക്കുള്ള ഇജ്തിഹാദാണ്. ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു മാസത്തിലും ഇല്ലാത്ത പരിശ്രമമാണ്. ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട, ഒരു പാവവും ചെയ്യാത്ത മഅസൂമായ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ മഹാനായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി പോലും കഠിനമായ പരിശ്രമം നിർവഹിച്ച ദിനരാത്രങ്ങളിലൂടെയാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ നമ്മൾ എത്രമാത്രം ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം, നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. 10 ദിവസം കൊണ്ട് അത് കടന്നു പോകും, ഇല്ലേ? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഒരു ആയുസ് കാലം മുഴുവനും അധ്വാനിക്കുന്ന പ്രതിഫലമാണ് ആ ലൈലത്തുൽ ഖദർ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇല്ലേ? നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ, തുലച്ചു കളഞ്ഞ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, നീ നിന്റെ ജീവിതം തുലച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈലത്തുൽ ഖദറിനെ നീ കാത്തിരിക്കണം. അത് നിനക്ക് ലഭിച്ചാൽ അത് നിനക്ക് തിരിച്ചു പിടിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണെന്നാണ്. ഇത്തികാഫിരിക്കുക. അതിന് കഴിയാത്തവർ ഏത് നിലക്കാരും വിഭാഗത്തുകൾ സജീവമാകുക. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഇശാന്റെ ജമാഅത്തൊന്നും ഒരിക്കലും ഈ അവസാനത്തെ 10 നഷ്ടപ്പെടുത്തരുത്. അത് നമസ്കരിച്ച് ഇമാമിനൊപ്പം ഇശാന്റെ ജമാഅത്ത് നിസ്കരിച്ചാൽ തന്നെ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ്. തറാവി ഇമാമിനൊപ്പം നിസ്കരിച്ചാൽ തന്നെ രാത്രി നിസ്കരിച്ച കൂലി അല്ലാഹു റസൂൽ ഓഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ രാത്രിയിലുള്ള ഖിയാമുകൾ അവസാനത്തെ 10 പൂർണ്ണമായി നമ്മൾ എടുത്താൽ തീർച്ചയായും അവന് ലൈലത്തുൽ ഖദർ കിട്ടിയെന്നാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ, ഖുർആൻ പാരായണങ്ങൾ,
അതുപോലെ തന്നെ മറ്റു ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ ഈ അവസാനത്തെ 10 സജീവമാക്കേണ്ടതാണ്. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയൊരു റമദാൻ ഇതുപോലെ ഇരിക്കാൻ നമ്മൾ വിചാരിക്കാൻ കഴിയില്ല. മരണം എപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് നമുക്കറിയില്ല. ഇതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേർ ഇന്ന് ഖബറിൽ ബർസഹിയായ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഓർമ്മ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഏത് ദിവസമാണെന്ന് നമുക്കറിയില്ല. ഒറ്റ രാവുകൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ആയിഷ ബീബി പറഞ്ഞു, അന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആത്മാർത്ഥമായി റബ്ബിനോട് പറയൂ, അല്ലാഹുമ്മ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണേ എന്ന് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങൂ എന്നതാണ്. മഹാനായ ഒരു പണ്ഡിതൻ പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പാട്ടും മ്യൂസിക്കും ഒക്കെ കേട്ട് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ റമദാനല്ലേ, അവസാനത്തെ സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പണ്ഡിതനെ കാണുമ്പോൾ അതിലൊരു വ്യക്തി, അങ്ങനെ ദീനുമായി ബന്ധമില്ലാതെ ജീവിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാകുകയാണ്. തെറ്റുകളൊക്കെ ഉപേക്ഷിക്കുന്ന ഇസ്ലാമികമായ ഒരു ചൈതന്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ വരികയാണ്. പിന്നെ ആ പണ്ഡിതനെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യം പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ പറഞ്ഞു തന്ന ഒരു ദുആയുണ്ട്, ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ധാരാളമായി ഞാൻ നിർവഹിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടായി എന്നാണ്. ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയണം, എല്ലാവരോടും പറയാണ്, ഈ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കൂ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും തീർച്ചയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു തെറ്റില്ല, എന്നാലും പറയാറുണ്ടല്ലോ ചില തെറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്ന്. ആ തെറ്റുകളൊക്കെ മാറാൻ ഈ റമദാൻ കഴിയുമ്പോൾ ജീവിതത്തിന്റെ ബാക്കിയുള്ള മാസങ്ങളിൽ സജീവമാകാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രാർത്ഥനകൾ നമ്മൾ സജീവമാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നക ലൻ തദഅ ശൈഅൻ ബിതഖാലില്ല. അല്ലാഹുവിന് വേണ്ടി നീ മാറിയിരിക്കൂ, ഒഴിഞ്ഞിരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്. ഇല്ലാ തഖല്ലാഹു ഖൈറൻ മിൻഹു. അങ്ങനെ നീ ഒഴിഞ്ഞിരുന്നാൽ നിനക്ക് അതിന് നീ നഷ്ടപ്പെടുന്നതെല്ലാം അല്ലാഹുവിന് പകരം നൽകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. റമദാനിൽ നമ്മുടെ ജോലി ഒന്ന് മാറ്റിവെക്കൂ സഹോദരങ്ങളെ. നമ്മൾ പലതും പറയും, കച്ചവടമുണ്ട്, ജോലിയുണ്ട്, ജോലി മാറ്റിവെക്കൂ, കച്ചവടം മാറ്റിവെക്കൂ, നിങ്ങൾ ഇരിക്കൂ അള്ളാഹുവിന് വേണ്ടി. ഈ റമദാൻ ഇരുന്നില്ലേ പിന്നെ എന്നായിരിക്കാം? അള്ളാഹിന് വേണ്ടി നിങ്ങൾ എന്ത് ദുനിയാവിൽ മാറ്റിവെച്ചാലും അതിന് പകരം അള്ളാഹു ഖൈർ നൽകുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്തെ ഒരിക്കലും അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. നോമ്പിനെ നമ്മൾ സൂക്ഷിക്കുക, അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക, സമയങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക. നോമ്പ് തുറക്കുന്ന സമയം, രാവിലത്തെ സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, ബർക്കത്തുള്ള സമയമാണ്, എന്ന് പറഞ്ഞ സമയമാണ്. സുബഹി കഴിഞ്ഞിങ്ങനെ ചില ആളുകൾ ഓടാനും നടക്കാനും ജിമ്മിനും ഒക്കെ പോകുന്നുണ്ട്. അതിന് പോകുന്നോണ്ട് തെറ്റില്ല, പക്ഷേ നമ്മളുടെ ദീനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. സുബഹി കഴിഞ്ഞ് കുറെ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്കാറു സബാഹ് എന്നാണ് അതിന് പറയാ. ആ ദിക്ർ നമ്മൾ പള്ളിയിൽ സുബഹി കഴിഞ്ഞ് ഇരുന്ന് ആ ദിക്റുകളൊക്കെ ചൊല്ലി കഴിയുമ്പോഴത്തേക്ക് ഉദയത്തിന്റെ സമയമാകും. നമ്മുടെ ക്ലോക്കിൽ ആ സമയം ഉണ്ടാവും, ഉദയത്തിന്റെ സമയം ഉണ്ടാവും. അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 റക്അത്ത് ഇശ്റാഖിന്റെ നമസ്കാരം നമസ്കരിച്ച് പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. സഹോദരങ്ങൾ, അതൊന്നും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ചെയ്യുക സയ്യിദുൽ ഇസ്തിഗ്ഫാറും അതുപോലെയുള്ള ദിക്റുകളും ഒക്കെ നിർവഹിച്ച്, നമ്മുടെ മൊബൈൽ അതിന്റെ ആപ്പുകളൊക്കെ ഉണ്ടാകും, അതെടുത്ത് വെച്ച് അത് നിർവഹിച്ചിട്ട് പോവുക. എന്നിട്ട് പോയിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടൂ സഹോദരങ്ങൾ. ഇതൊക്കെ അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ലോകത്തെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ഖവാരിജിന്റെ സ്വഭാവമാണ്. അതൊരു അഹ്ലി സുന്നയെ നമുക്ക് സംബന്ധിച്ചിടത്തോളം പാടില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ഈ നിലക്കെല്ലാം നമ്മൾ ഈ സമയത്തെ പാഴാക്കാതെ മുന്നോട്ട് പോകാൻ ശരിയാവുക. റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റമദാനും അല്ലാത്ത ദിവസവും ഒരുപോലെയാകരുത്. ചിലർക്കൊക്കെ റമദാനും അല്ലാത്ത മാസമൊക്കെ ഒരുപോലെയാണ്. അങ്ങനെ ആകരുത്. അതിലൊരു വ്യത്യാസം ഉണ്ടാകണം, അതിലൊരു വക്കാർ ഉണ്ടാകണം, അതിലൊരു ഗാംഭീര്യം ഉണ്ടാകണം, അതിലൊരു ശാന്തത ഉണ്ടാകണം, അതിലൊരു സത്യനത്വം ഉണ്ടാകണം. ആ നിലക്കുള്ള ഒരു മാറ്റം സഹോദരങ്ങളെ നമ്മൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കാം നമുക്ക് പെരുന്നാൾ, നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് എല്ലാവരും അതിനെ ഗൗരവത്തിൽ എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ്. റസൂലുള്ളാഹി നിർബന്ധമാണെന്ന് പറഞ്ഞതാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്വതന്ത്രരായവർക്കും അടിമകൾക്കും എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾക്കും നമുക്കും
പെരുന്നാളിന്റെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണവും അത്യാവശ്യ കാര്യങ്ങളും ഒഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവർക്കെല്ലാം നിർബന്ധമായ കാര്യമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമാണ് നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്നുള്ളത്. അത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? നമസ്കാരം ഈദ് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് കൊടുക്കണം. അതിനുശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സദഖത്തും മിൻ സദഖാത്ത്, അത് സദഖയായിട്ടേ പരിഗണിക്കപ്പെടുള്ളൂ. സക്കാത്തുൽ ഫിത്ർ ആകണമെങ്കിൽ എന്തിനാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നത്? ഈ റമദാനിൽ നമ്മൾ നിർവഹിച്ച ആരാധനാ കർമ്മങ്ങളിൽ, നോമ്പുകളിൽ വന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കപ്പെടാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാവരും കണക്ക് കൂട്ടി കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്ർ സക്കാത്തിന്റെ ഒരു വിഹിതം 130 രൂപയാണ് എന്ന് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സുന്നത്തുകൾ പാലിക്കുക. വളരെ വേഗത്തിൽ പറയുകയാണ്: കുളിക്കുക, പുതുവസ്ത്രം ധരിക്കുക, ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. ഈദ് മുസല്ല സുന്നത്താണ്. പ്രത്യേകമായ കാരണങ്ങളില്ലെങ്കിൽ പള്ളിയിലല്ല നമസ്കരിക്കേണ്ടത്. ഇനി മഴയോ മറ്റ് സാഹചര്യ തടസ്സം ഉണ്ടെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കാം. അല്ലെങ്കിൽ ഈദ് മുസല്ലയിലാണ്, മൈതാനത്താണ് നമസ്കരിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് നമുക്കൊരു സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു നാട്ടിൽ ആ ബാലവൃദ്ധം ജനങ്ങൾ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി തക്ബീറുകൾ മുഴക്കി പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന ആശീർവാദങ്ങൾ സഹാബത്ത് പറഞ്ഞതുപോലെ പരസ്പരം കൈമാറി സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു സുദിനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതിങ്ങനെ അന്ന് ചില ആളുകൾ പള്ളിയിലേക്ക് പോകും, ഇല്ലേ, ഒരു കാരണവും ഇല്ലാതെ. എന്നാൽ പള്ളിയിൽ ഏറ്റിക്കാഫിരിക്കാൻ പറഞ്ഞ് 27-ാം രാവിലെ ഏതെങ്കിലും പാടത്തും പറമ്പത്തും പോയി സലാത്ത് നഗർ എന്ന് പറഞ്ഞ് എല്ലാ സുന്നത്തുകളെയും നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം, സ്ത്രീകൾക്ക് പോലും വിവാഹത്ത് ചെയ്യുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് സുന്നത്തുകളെ ഹയാത്താക്കുക. ആളുകൾ ഫിത്നയിലാകുന്ന കാലത്ത് സുന്നത്തിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അന്ന് നടന്നു പോകാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ മൈതാനത്ത് അടുത്താണെങ്കിൽ നടന്നു തന്നെ പോവുക. അതുപോലെ പോകുന്നതും വരുന്നതും രണ്ടു വഴിക്കാവുക. യാത്രകളിൽ തക്ബീർ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനുവദിക്കപ്പെട്ട വിനോദങ്ങളിലൊക്കെ ആ ദിവസങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവുക. കാരക്ക 1 3 ഒറ്റയാക്കി കഴിച്ചുകൊണ്ട് പോകുന്നത് സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈദിന് വേണ്ടി നമ്മൾ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാണ്. കുട്ടികൾക്കൊക്കെ വസ്ത്രം എടുക്കുമ്പോൾ, സ്ത്രീകൾക്ക് പുരുഷന്റെ വസ്ത്രം, പുരുഷന് സ്ത്രീകളുടെ വസ്ത്രം, സാദൃശ്യമുള്ള വസ്ത്രം എടുത്തു കൊടുക്കരുത് നമ്മുടെ മക്കൾക്ക്. പെരുന്നാളിനൊക്കെ ഈദ് മുസല്ലയിലേക്ക് നോക്കും, ചില കുട്ടികളൊക്കെ വരേണ്ടത് മുടിയൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് മുടിയൊക്കെ അല്പം ക്രോസ് ചെയ്ത് ഇങ്ങനെ മജൂസികളുടെ ഏർപ്പാടാക്കി വളരെ വൃത്തികെട്ട രൂപത്തിൽ വരുന്നത് കാണാം. മാതാപിതാക്കൾ അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുകയാണ്. പെരുന്നാളല്ലേ, അവൻ ആഘോഷിക്കണം, അവന്റെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ സ്വന്തമായിട്ട് കയറയിച്ചു വിടുക. ഇതൊന്നും പാടില്ല സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കണം. നമ്മുടെ കുട്ടികളല്ലേ എന്ന് വിചാരിക്കുന്നത്, അവരെയും അത് ശീലിപ്പിക്കണം. എങ്കിലേ ദീനിനോട് അവർക്ക് ഒരു താല്പര്യമുണ്ടായി അവർ വളർന്നു വരികയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് വസ്ത്രം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ബക്കറ്റ് പിരിവ് ഇൻഷാ അല്ലാഹ് 2 പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കാഞ്ഞിരപ്പള്ളി സലഫി മസ്ജിദിന് വേണ്ടിയും മറ്റൊന്ന് കുമ്മനത്തുള്ള നമ്മുടെ ഒരു പള്ളിക്ക് വേണ്ടിയുമാണ് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ ഉള്ളത്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. കാഞ്ഞിരപ്പള്ളിയിലെ ആ സലഫി മസ്ജിദ്, അവിടെ ഒരു അധ്യാപകനാണ് മേൽനോട്ടത്തിലാണ് അവിടെ നടന്നു പോകുന്നത്. അവിടുത്തെ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള റമദാനിൽ നമ്മളൊക്കെ എടുത്തു കൊടുക്കുന്ന കളക്ഷനാണ് അതിനുവേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതുപോലെ കുമ്മനത്തുള്ള ചെറിയൊരു പള്ളിയാണ്, അതിനുവേണ്ടി രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് കളക്ഷൻ എടുക്കുന്നത്. എല്ലാവരും അതുകൊണ്ട് 2 വിഭാഗത്തിനും കൊടുക്കണം എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി റമദാനിന്റെ ഏറ്റവും അവസാന ദിനരാത്രങ്ങളാണ്, ഈ നമുക്ക് കിട്ടിയ അവസരമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി സംഭാവന ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ഇഖ്ലാസ് ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിൽ അള്ളാഹു എല്ലാവിധ സഹായവും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരന്റെ മകളെ ഡെലിവറിക്കായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവിധ എളുപ്പവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആശ്വാസവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയുമായി സഹകരിക്കുന്ന, നമ്മുടെ പള്ളിയുമായി പലരും രോഗികളാണ്, രോഗികളായിട്ട് പോലും ഇതിന്റെ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ സഹായിക്കുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുറയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ബർക്കത്തും ജീവിതത്തിലെ ഐശ്വര്യവും അള്ളാഹു പാരത്രിക ലോകത്ത് എല്ലാവിധ ഹൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, ആ യുദ്ധങ്ങൾ മാറി സമാധാനം സംജാതമാകാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു. ആ ഇബാദത്തുകളിൽ വരുന്ന കുറവുകളും വീഴ്ചകളും അള്ളാഹു പരിഹരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ കൊണ്ട് നേടിയെടുക്കുന്ന എല്ലാ ഹൈറാത്തുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശങ്ങളുടെ സംഗമരാഗായ ലൈലത്തുൽ ഖദറിനെ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ
അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മതത്തെ ഏറ്റവും പ്രധാനമായി അജണ്ടയാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് കൺകുളിർമയാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ദാനധർമ്മം നിർവഹിക്കുവാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കടക്കണിയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആദർശ ബന്ധുക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ അള്ളാഹു അവർക്ക് മഹ്ഫറത്തും മർഹമത്തും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കുന്ന, ദീന് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ അൽഉലമാഉ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് അവർ. അവരോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹുവെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിക ദഅവാ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. റമദാനിലെ പ്രാർത്ഥനകൾ അള്ളാഹുവെ നീ സ്വീകരിക്കുമല്ലോ. ഈ പ്രാർത്ഥനകളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഇസ്ലാമിക ഭരണകർത്താക്കൾക്ക് എല്ലാവിധ ശക്തിയും കരുത്തും ആഫിയത്തും അള്ളാഹുവെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹുവെ എല്ലാവിധ സഹായവും അമ്നിനെയും വിശപ്പിനുള്ള ഭക്ഷണവും അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കാൽപാദങ്ങളെ നീ അടിയുറപ്പിച്ചു നിർത്തണേ അള്ളാഹുവെ. പീഡിതരാകുന്ന ജനവിഭാഗത്തെ അള്ളാഹു എല്ലാവിധ സഹായവും അമ്ന് നിർഭയത്വവും അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഷഹീദായവരെ അള്ളാഹു നീ സ്വീകരിക്കണേ. അവരെല്ലാം അപകടം പറ്റിയവർക്ക് അള്ളാഹു എല്ലാവിധ ശിഫാവും ആജിലിനെ സമ്മാനിക്കണേ റഹ്മാനെ. ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായി, അഹ്ലുസുന്നയുടെ ശത്രുക്കളായി വർത്തിക്കുന്നവരാരൊക്കെയുണ്ടോ, അതിനെതിരെ പടപൊരുതുന്നവരാരൊക്കെയുണ്ടോ അള്ളാഹു അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തണേ റഹ്മാനെ. സയനിസ്റ്റ് ശക്തികളുടെ എല്ലാവിധ ശക്തികളെയും നീ കടമെടുത്ത് എറിയണേ റഹ്മാനെ. ശത്രുക്കൾ കൊണ്ട് തന്നെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.